അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി പാഞ്ഞാൽ പഞ്ചായത്തിൽ 2.53 കോടി രൂപയുടെ ചൈൽഡ് ബജറ്റ് അവതരിപ്പിച്ചു. ബാലസൗഹൃദ വികസനം ഉറപ്പാക്കണമെന്ന് MLA UR പ്രദീപ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങളും സേവനങ്ങളും ഉറപ്പുവരുത്തുന്നതിനുമായി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ ചൈൽഡ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ചേലക്കര നിയോജക മണ്ഡലം MLA ശ്രീ UR പ്രദീപ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി V തങ്കമ്മ അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ ക്ഷേമത്തിനായി 2,53,92,933 രൂപയുടെ ബഡ്ജറ്റാണ് ചടങ്ങിൽ അവതരിപ്പിച്ചത്. ബഡ്ജറ്റ് അവതരണം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ AK ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ഒരു ബൃഹത്തായ സംവിധാനമാണ്. നിയമപരമായ എല്ലാവിധ സംരക്ഷണങ്ങളുമുള്ള ആ സംവിധാനം നല്ല രീതിയിൽ നടപ്പാക്കിക്കൊണ്ട് നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയും ഇതിന്റെ ഭാഗമായി തന്നെ നടപ്പാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള 2,53,92,993 രൂപയുടെ പദ്ധതികളാണ് ഈ വാർഷിക പദ്ധതിയിലൂടെ ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് കുട്ടികൾക്ക് വേണ്ടി ആ മേഖലയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് തൊട്ടടുത്ത സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് ഉല്ലാസത്തിന് വേണ്ടി ഒരു കിഡ്സ് പാർക്ക് നമ്മൾ അതിന്റെ നിർമ്മാണോദ്ഘാടനവും നടക്കാൻ പോവുകയാണ്. കുട്ടികളുടെ സമഗ്ര വികസനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് വലുതാണെന്നും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം, സുരക്ഷ എന്നിവ ഉറപ്പാക്കിക്കൊണ്ടുള്ള ബാലസൗഹൃദ വികസനത്തിന് ഈ ബഡ്ജറ്റ് വഴിയൊരുക്കുമെന്നും ഉദ്ഘാടകനായ MLA പ്രസംഗത്തിൽ പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ KM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി മായ ടീച്ചർ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. ICDS സൂപ്പർവൈസർ ശ്രീമതി സൗമ്യ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീ P കൃഷ്ണൻകുട്ടി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നിർമ്മല രവികുമാർ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ശ്രീ AE ഗോവിന്ദൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. ബാലസൗഹൃദ തദ്ദേശ സ്വയംഭരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ICDS സൂപ്പർവൈസർ ശ്രീമതി സൗമ്യ MS, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ആതിര TS, കില തീമാറ്റിക് എക്സ്പേർട്ട് രഞ്ജിനി CR എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 2ാം സ്ഥാനം നേടിയ കിള്ളിമംഗലം GUP സ്കൂളിനെ ആദരിച്ചതും ചടങ്ങിനെ മാറ്റുകൂട്ടി. കില ബ്ലോക്ക് കോർഡിനേറ്റർ ശ്രീ N കുമാരൻ, കിള്ളിമംഗലം GUPS പ്രധാനാധ്യാപകൻ ശ്രീ ബർജിലാൽ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവരും സംസാരിച്ചു. കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ആതിര TS നന്ദി അറിയിച്ചു. പുതിയ തലമുറയ്ക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി വിദ്യാഭ്യാസ വകുപ്പിന്റെ ചങ്ങാതിക്കൊരു തൈ എന്ന പദ്ധതി ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ നടപ്പിലാക്കി. വിദ്യാർത്ഥികൾ നട്ട വൃക്ഷത്തൈ കൈമാറുന്ന ചടങ്ങും തുടർന്ന് പരിപാലനവും സ്കൂളിൽ നടന്നു. ഏകദേശം 2 മാസങ്ങൾക്ക് മുൻപാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ഒരു ഫലവൃക്ഷത്തിന്റെ വിത്തെടുത്ത് നടുകയും അതിനെ വളർത്തി പരിപാലിക്കുകയും ചെയ്ത ശേഷം അവർക്ക് ഇഷ്ടമുള്ള സുഹൃത്തിനെ ആ തൈ കൈമാറുന്ന രീതിയാണ് ഇവിടെ നടപ്പിലാക്കിയത്. ഈ പ്രവർത്തനത്തിലൂടെ പുതുതലമുറയ്ക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് സ്കൂൾ അധികൃതരെയും PTA ഭാരവാഹികളെയും ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ പ്രേരിപ്പിച്ചത്. സ്കൂൾ PTA പ്രസിഡന്റ് അലി ഇടശ്ശേരി, പ്രധാനാധ്യാപകൻ PK മോഹനൻ, അധ്യാപികമാരായ രജനി NA, കവിത ജഗദീഷ്, സ്വപ്ന, ഷെറിൻ, വിനീത B എന്നിവർ പരിപാടികളിൽ പങ്കെടുത്തു. വളരെ സന്തോഷമുള്ള ഒരു വേദിയിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം നേരത്തെ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെയും MLAയുടെയും MP-യുടെയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെയും പിന്തുണയോടുകൂടി എല്ലാ മേഖലകളിലും മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്താണ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ തിളക്കമാർന്ന പ്രവർത്തനം നമ്മെ ഏവരെയും
അഭിമാനമുള്ളവരാക്കി മാറ്റിത്തക്ക രീതിയിലുള്ളതാണ്. ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടത് ബാല സൗഹൃദ പഞ്ചായത്ത്. ബാലസൗഹൃദ പഞ്ചായത്ത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് ഭാവിയിൽ ഒരു പുതിയ തലമുറയ്ക്ക് സാമൂഹിക ജീവിതത്തിൽ എല്ലാ കരുത്തും കരുതലും നൽകാൻ സഹായകരമാം വിധം ഒരു പ്രദേശത്തെ രൂപപ്പെടുത്തുന്നു എന്നതാണ് അർത്ഥം.